ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായാലിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ ദീപാവലി രാത്രി കാണിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഭൂമി മാത്രം അവിടെ ഒറ്റക്ക്, അമ്മയില്ല കൂടെ, അച്ഛനും ഇല്ല. അപ്പോൾ ആ സമയത്തുള്ള കാര്യങ്ങൾ മുഴുവനും നമ്മൾ ഈ ഭൂമി ആലോചിക്കുകയാണ്. കഴിഞ്ഞ ദീപാവലിക്ക് തൻ്റെ അച്ഛനുണ്ടായിരുന്നതും അങ്ങനെ അച്ഛൻ കുറേ പടക്കങ്ങളായിട്ട് വരികയാണ്. അപ്പം അച്ഛാന്ന് പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ കൂടി തന്നെ നമ്മുടെ ഭൂമി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്താ അച്ഛാ ഇതൊക്കെയെന്ന് ചോദിച്ചപ്പോഴേക്കും ഇതിലിഷ്ടം പോലെ പടക്കങ്ങളുണ്ട് മോളെ. അപ്പം അമ്മയും വരിക. അപ്പം അമ്മയും വന്നു കഴിഞ്ഞപ്പോഴേക്ക് എന്തിനാണ് അച്ചുവേട്ടാ ഇതിനും വേണ്ടി പടക്കങ്ങളെല്ലാം മേടിച്ചത്? അത് പിന്നെ ഗുണ്ട്, ഗർഭം കലക്കി, അങ്ങനെ യമണ്ടൻ പടക്കങ്ങളാണുള്ളത് എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു കേട്ടോ, ഇതൊന്നും വേണ്ടായിരുന്നു. ഇത്രയെല്ലാം എന്തിനാച്ചാ ഈ പടക്കങ്ങളെല്ലാം മേടിച്ചത്? എനിക്ക് ചെറിയ നിസ്സാര പടക്കങ്ങൾ മതി. ഇല്ല കമ്പത്തിരിയോ പൂത്തിരിയോ അങ്ങനെ ചെറിയ ചെറിയ പടക്കങ്ങൾ, ഈ അമിട്ടൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ എനിക്ക് പേടിയാവട്ടെ അച്ഛാ. ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ഛനാണെങ്കിൽ അയ്യോ മോളെ, എനിക്കറിയാൻ പാടില്ലേ മോളുടെ മനസ്സെന്താണെന്ന്, അതുകൊണ്ടേ ആ പടക്കങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളന്നേ, ഇത് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ അച്ഛൻ എനിക്കറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം നമ്മുടെ അച്ഛനും അമ്മയും മകളും എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു ദീപാവലി അടിപൊളിയായിട്ട് ആഘോഷിക്കുക. ആ ആഘോഷിക്കുന്ന സീനുകളെല്ലാം നമ്മുടെ ഭൂമി ഒരു നിമിഷം ആലോചിക്കുകയാണ്. ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരേറെ സങ്കടം തോന്നുകയാണ്. ഈ സമയത്ത് ഈ ദീപാവലിക്ക് തൻ്റെ അച്ഛനും കൂടെയില്ല, അമ്മയും കൂടെയില്ലല്ലോ, ദൈവമേ എന്തൊരവസ്ഥയാണ് തൻ്റേത് എന്നൊക്കെ ആലോചിച്ച് ആകെ സങ്കടപ്പെട്ടിരിക്കുക. ഇതേ സമയം തന്നെ സൗഭാഗ്യപുരത്ത് വലിയ ആഘോഷത്തിൻ്റെ തുടക്കം, ദീപാവലിയാണല്ലോ. അപ്പോൾ ആ സൗഭാഗ്യപുരത്ത് ഭയങ്കര ആഘോഷം നടക്കാനായിട്ട് പോവുക. അങ്ങനെ വലിയൊരു ദീപം കത്തിച്ചിട്ടുണ്ട്, അവർ കുറേ തിരികൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ ഭവാനി എവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ദേ അമ്മ ഇപ്പം വരും മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മേ എന്നെ വിളിക്കണം. അപ്പോൾ ഭവാനി ആ സത്യം കൊടുത്ത് ആ ഒരു സാരി ഉടുത്തിട്ടാണ് ഇറങ്ങി വരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അങ്ങനെ ഭവാനി വരികയാണ്. ഭവാനി അമ്മയുടെ മുന്നിൽ വന്നിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭവാനി എനിക്കൊരുപാട് സന്തോഷമായി, നിൻ്റെ മനസ്സൊക്കെ മാറിയല്ലോ, നീ നല്ല രീതിയിൽ തന്നെ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി ഭവാനി എന്നും പറഞ്ഞുകൊണ്ട് ആ സന്തോഷം അവിടെ പ്രകടിപ്പിക്കുകയാണ്. പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും സത്യ വിളക്കെടുക്ക്, നമുക്ക് വിളക്ക് കത്തിക്കാം. അങ്ങനെ ഇന്നമ്മേ കത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ തിരികളും ഓരോരുത്തരെ കത്തിക്കുക. ലാസ്റ്റ് ഭവാനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഭവാനി എന്നാൽ വിളക്ക് തിരി കത്തിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭവാനി ആ തിരി കത്തിക്കുന്നതും നമ്മുടെ സത്യൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. മുഖത്തേക്ക് നോക്കിയൊരു രൂക്ഷമായ ഭാവത്തോടു കൂടി തന്നെയാണ് ഭവാനി സത്യൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. സത്യനാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വശപശ കാണുന്ന തോന്നുകയും ചെയ്തു. അവളുടെ മനസ്സൊന്നും മാറിയിട്ടില്ല, ഇപ്പോഴും ആ ദുഷ്ടത്തരമൊക്കെ കയ്യിലുണ്ടെന്നും മനസ്സിലാക്കുക തന്നെ ചെയ്യുകയാണ്. അങ്ങനെ ഇവർ പടക്കങ്ങളെല്ലാം കത്തിക്കാൻ വേണ്ടി മുറ്റത്തിറങ്ങി വന്നിരിക്കുക. അപ്പോൾ മോൾ ഓടി വന്നിട്ട് ഭവാനിയോട് പറയണം, അമ്മേ വല്യച്ഛൻ മേടിച്ചുകൊണ്ട് വന്ന ഡ്രസ്സ് ഇടൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വീമ്പളക്കായിരുന്നല്ലോ, ഇപ്പോൾ വല്യച്ഛൻ മേടിച്ചു വന്ന ഡ്രസ്സൊക്കെ ഇട്ട്, അപ്പോൾ ഇതൊക്കെ വെറും ഷോ ഓഫ് ആയിരുന്നല്ലേ, മനസ്സിലായ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് മോൾ ഓടിപ്പോവുകയാണ്. അപ്പോഴേക്കും ഈ ഭവാനി ചിന്തിക്കുകയാണ്, മോളെ നിനക്ക് ഈ ഭവാനിയെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഭവാനിയെ മനസ്സിലാക്കാനായിട്ട് ആർക്കും കഴിയില്ല. ഭവാനിയുടെ മനസ്സിൽ എന്താണെന്നും ഇവർക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റില്ല. ഭവാനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതുവരെ ഭവാനി ഏതറ്റം വരെയും പോവുകയും ചെയ്യും. ഭവാനിക്ക് അതിന് ഒരു പേടിയും മടിയുമില്ല എന്നും ഭവാനി മനസ്സ് ചിന്തിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ പടക്കം പൊട്ടിക്കുകയാണ്. ആ സമയത്ത് പടക്കം പൊട്ടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ അതായത് അജയ് തൻ്റെ കാമുകിയെക്കുറിച്ച് ആലോചിക്കുക, നയന. അപ്പോൾ നയനയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നയനയും ഈ അജയും കൂടി ഇരുന്ന് പടക്കം പൊട്ടിക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അഞ്ജന ഓടി വന്നിട്ട് ഈ അജയുടെ അടുത്ത് വന്നിരുന്നിട്ട് വാ അജയ് പടക്കം പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് ഇവയ്ക്ക് വേണ്ട സന്തോഷത്തിൽ പടക്കം പൊട്ടിക്കുമ്പോൾ അജയുടെ അടുത്ത് മാറിപ്പോവുക. ഇത് അഞ്ജനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നിച്ചു, ഭയങ്കര സങ്കടത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു ദീപാവലി ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയൊക്കെയാണ് നമ്മുടെ ഭൂമിയെ കാണിക്കുകയാണ്. ഭൂമി മുറ്റമൊക്കെ അടിച്ചു വരിക. ആ സമയത്താണ് കടയിലെ ചേച്ചി വരുന്നത്. അപ്പോൾ ചേച്ചി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ മോളെ നേരത്തെ എണീറ്റായിരുന്നു, എന്തിനാ നേരത്തെ എണീറ്റത്? ഞാൻ വിചാരിച്ചു മോളെ ഈ സമയത്തൊന്നും എണീക്കില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. എന്തിനാ മോളെ ഇത്ര രാവിലെ എണീറ്റത്? എന്ത് കാര്യത്തിന് വേണ്ടി എന്തിനിപ്പോൾ രാവിലെ എണീറ്റ് മുറ്റമടിക്കുന്നത്? ഇതൊക്കെ എൻ്റെ ഒരു ശീലമാണ് ചേച്ചി. അതൊന്നും സാരമില്ല ചേച്ചി, ഞാൻ മുറ്റമടിച്ചോളാം. ചേച്ചി മുറ്റമടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അച്ഛനുണ്ടായിരുന്ന സമയത്തെ ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കുമായിരുന്നു.
ആ സമയത്ത് ഡാൻസിന് പോകും, ഓടാൻ പോകും, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ തന്നെ അച്ഛൻ ഉണ്ടാകും. ഓരോ സ്ഥലങ്ങൾ പോകുമ്പോൾ അച്ഛൻ്റെ കൂട്ടിന് വരും. ആ ഒരു ശീലം വെച്ച് തന്നെയാണ് ചേച്ചി ഞാൻ ഇന്നും 5 മണിക്ക് എണീറ്റത്. പക്ഷേ കൂട്ടിന് വരാനും ഓരോ സ്ഥലങ്ങൾ കൊണ്ടുപോകാനും അച്ഛനില്ലല്ലോ, ആ ഒരു സങ്കടം മാത്രമേ ഇപ്പം എനിക്കുള്ളൂ ചേച്ചി എന്ന് പറയുകയാണ്. അച്ഛനുമില്ല, അമ്മയില്ല ചേച്ചി എന്നിങ്ങനെ പറയണം. മോളെ ഒന്നും സാരമില്ല, സങ്കടപ്പെടേണ്ട, എല്ലാം ശരിയാവുമെന്നേ, എല്ലാ കാര്യങ്ങളും ഒത്തുവരും. ചേച്ചി എനിക്ക് കടയിലേക്ക് വരണമെന്നുണ്ട്. തീർച്ചയായിട്ടും മോൾ കടയിലേക്ക് വരണം മോളെ. മോളിങ്ങനെ വെറുതെ വിടുന്നത് ശരിയാവില്ല ചേച്ചി. എന്നാൽ ഞാൻ അടുക്കളയിൽ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, ചേച്ചി പോയി കുടിച്ചോ, ഞാൻ കുറച്ചും കൂടി എനിക്ക് മുറ്റൊടിക്കാനായിട്ട് ആ കടിച്ചിട്ട് ഞാൻ വന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി പിന്നെ മുറ്റൊടിച്ചൊടിച്ചൊടിച്ച് ആ ഒരു ജനലിൻ്റെ അരിയത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒരു കറുപ്പ് സാധനം. ഇതെന്താണെന്നറിയാൻ വേണ്ടി ഭൂമി വീണ്ടും മുറ്റിങ്ങനെ അടിച്ച് മണ്ണ് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ആ ഫോണ് പെട്ടെന്ന് തന്നെ കയ്യിലെടുക്കുക. അച്ഛൻ്റെ ഫോണായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭൂമി ഞെട്ടിപ്പോവാണ്. അങ്ങനെ ആ ഷോള് വെച്ച് ആ ഒരു ഫോണിൻ്റെ ചെളിയെല്ലാം തൂത്ത് കളയുകയാണ്. ദൈവമേ, ഫോൺ ഇവിടെ എങ്ങനെ വന്നു എന്ന് ആലോചിച്ചാണ് നിൽക്കുന്നത്. ആ ജനലിൽ കൂടി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുന്ന ആ ഒരു സീനാണ് ഭൂമിയുടെ കണ്ണിലേക്ക് ഇങ്ങനെ വന്ന് കയറുന്നത്. അങ്ങനെ ആ ഫോണിൻ്റെ കഥ ആലോചിക്കുകയാണ്. അതായത് നമ്മുടെ അച്യുതൻ കയറി വരികയാണ്. അപ്പം അച്യുതൻ കയറി വന്നപ്പോഴേക്കും ഭൂമി സന്തോഷത്തോടെ ഓടി വന്നിട്ട് അച്ഛാ എന്തെടുക്കും അച്ഛാ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ ഞാനിവിടെ ഒന്നും എടുക്കുന്നല്ല, നീ ഇതെവിടെ പോയതാണ് മോളെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അച്ഛനെ ഒരു സർപ്രൈസ് ഉണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ രണ്ടുപേരും എന്നെ കണ്ണു വെച്ച് കഥകളി കാണിക്കുകയാണോ, എന്തേലും നോക്കിയുള്ളൂ, നല്ല സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, എന്താണ് ആ സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമിയാണെങ്കിൽ ടിൻഡേ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതെന്താ, തുറന്നു നോക്കച്ചാ. അങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു അടിപൊളി ഫോണാ. മോളെ ഇത് ഫോണല്ലേ? അതെ, അച്ഛൻ്റെ ഫോൺ മേടിച്ചുകൊണ്ട് വന്നാ, ഇതാ അച്ഛൻ്റെ സർപ്രൈസ്. അപ്പോൾ എന്തിനാ മോളെ ഇപ്പോൾ ഇത്രയും വലിയ ഫോൺ മേടിച്ചൊക്കെ പൈസ കളഞ്ഞത്? അച്ഛന് ഫോൺ ഉണ്ടല്ലോ. പിന്നെ ജാമ്പവൻ്റെ കാലത്തെ ഫോണാണോ, ചുമ്മാ കീ ബട്ടണുള്ള ഫോൺ? ഇനി അച്ഛൻ ആ ഫോൺ ഉപയോഗിക്കണ്ട, അച്ഛൻ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാൽ മതി കേട്ടോ അച്ഛാ എന്ന് പറയാണ്. അച്ഛന് ചുമ്മാ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ അച്ഛാ. ഇനിയേ അച്ഛൻ ഇതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അയ്യോ അച്ഛനെ ഇത് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ മോളെ. അച്ഛനെ ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചു തരും. ഒരാഴ്ചക്കുള്ളിൽ അച്ഛൻ ഇതെല്ലാം പഠിച്ച് ഫേസ്ബുക്കൊക്കെ ഉണ്ടാക്കി അതിൽ ഓരോ പെണ്ണുങ്ങളോടും ചാറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഉടനെ തന്നെ അച്ഛനൊരു സെറ്റപ്പും ആകും. ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്പിയാണെങ്കിൽ എടി മോളെ, നീ അച്ഛനെ ഈ ഫോൺ മേടിച്ചു കൊടുത്തത് എൻ്റെ കുടുംബം കലക്കാൻ വേണ്ടിയാണോ? എൻ്റെ അമ്മേ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ അമ്മേ, ചുമ്മാ ഒരു കോമഡിക്ക് പറഞ്ഞത്. അപ്പോഴേക്കും കൊള്ളാം മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഫോണൊക്കെ. മോള് പറഞ്ഞ ആ ബുക്കില്ലേ, എഴുതണ ബുക്ക് ഫോണിനകത്തുള്ള ആ ബുക്കൊന്ന് എനിക്ക് പഠിപ്പിച്ചു തരണേ. അപ്പോഴേക്കും നമ്മുടെ അമ്പികയാണെങ്കിൽ ആഹാ നിങ്ങളുടെ മനസ്സിലിരിപ്പ് കൊള്ളാമല്ലോ, കൊള്ളാം, നിങ്ങൾ ഞാൻ ശരിയാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ഓടുക, പരക്കം പാഞ്ഞോടുക. അങ്ങനെ ആ ഒരു സീന് നമ്മുടെ ഭൂമി ഒരു നിമിഷം അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്ന് ആ ഫോൺ അങ്ങോട്ട് കൈക്കിട്ട് ആ ഫോണും കൊണ്ട് നേരെ ആ ഒരു ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചേച്ചി ഇത് കണ്ടു ചേച്ചി, ഇത് എൻ്റെ അച്ഛൻ്റെ ഫോണാണ് ചേച്ചി, ഇതെനിക്ക് ഞാൻ മുറ്റടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്, അതെങ്ങനെ അവിടെ വന്നു എന്ന് അറിയില്ല ചേച്ചി. ഏതായാലും മോളെ നന്നായി, ഈ ഫോണും നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നില്ലേ മോള്, അതുകൊണ്ട് നന്നായി മോളെ, ഫോൺ ഏതായാലും മോളുടെ കൈ കിട്ടിയല്ലോ. അതെ, എൻ്റെ അച്ഛൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ തന്നെ കിട്ടി, ഞാനിതെന്നേ ചാർജ് കുത്തിയിരട്ടെ കേട്ടോ, ചാർജ് ഇല്ല ഫോണിൽ എന്നും പറഞ്ഞുകൊണ്ട് ചാർജ് കുത്തിയിടാനായിട്ട് പോവുക. അങ്ങനെ ചാർജ് കുത്തിയിടുകയാണ്. കുറച്ച് ആ ഫോണിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അതിൽ ചാർജ് കയറുന്നുണ്ടെന്ന് നമ്മുടെ ഭൂമിക്ക് മനസ്സിലായി. അങ്ങനെ ഭൂമി നേരെ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഫോട്ടോയുടെ മുന്നിൽ ചെന്ന് നിന്ന് അച്ഛനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇതേ സമയം തന്നെ സൗഭാഗ്യപുരം കാണിക്കുക. അഞ്ജനയാണെങ്കിൽ അജയുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് അതെ വല്യമ്മ, അതെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഞങ്ങൾ അജയുടെ എൻ്റെയും കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ? അതെ, അതിനെന്താ ഇപ്പോൾ കുഴപ്പം? എന്നിട്ടേ അജയ്ക്ക് എന്നെ തീരെ ഇഷ്ടമില്ലെന്ന് എനിക്ക് തോന്നുന്നത്, ഈ കല്യാണത്തോട് അജയ്ക്ക് താല്പര്യമില്ലാത്ത പോലെയാണ് തോന്നുന്നത് ആൻറ്റി എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ മോളെ വെറും തോന്നലാ. അവന് 100 കൂട്ടം ജോലികളില്ലേ, അവനൊരു പോലീസ് ഓഫീസറല്ലേ, അപ്പോൾ മോളുടെ പിന്നാലെ നടന്നാൽ ശരിയാവില്ലല്ലോ. അവൻ്റെ മനസ്സിൽ മോളോട് ഭയങ്കര ഇഷ്ടമുണ്ട്, അത് പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം. പക്ഷേ മോൾ അങ്ങോട്ട് സ്നേഹം കാണിച്ച് അവൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹം പുറത്തെടുക്കണം. അതാണ് വേണ്ടത്, അതാണ് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? ശരി ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക. അങ്ങനെ നമ്മുടെ ഭൂമിയെ കാണിക്കുകയാണ്. ഭൂമി മനസ്സുരുകി ഇങ്ങനെ അച്ഛനോട് പ്രാർത്ഥിക്കുകയാണ്. അച്ഛനറിയാലോ അച്ഛാ, അമ്മ ഒരു കുറ്റവും ചെയ്യാതെ ലോക്കപ്പിൽ കിടക്കുക, എൻ്റെ അമ്മയെ എനിക്ക് ഇറക്കണം. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് വരുത്തി തീർക്കണം. ഇതിനൊക്കെ ഞാനല്ലേ ഓടാനുള്ളൂ.
അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ കടയിലേക്ക് പോവുകയാണ് അച്ഛാ, അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് തലയും കുമ്പിട്ട് ഇങ്ങ് നിൽക്കുക. അപ്പോൾ ഇതാ ചേച്ചി വരികയാണ്. മോളെ നമുക്കെന്നാൽ പോയാലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചി ഞാൻ എൻ്റെ അച്ഛനോട് അനുവാദം ചോദിക്കുമായിരുന്നു, അല്ലെങ്കിൽ അച്ഛൻ വിചാരിക്കില്ലേ ഞാൻ മരിച്ചിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ, അതിനു മുമ്പ് തന്നെ ദേ അവൾ കടയിലേക്ക് പോകുന്നുവെന്ന്. അപ്പം അച്ഛനോട് മകൾക്ക് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നുള്ളെന്ന് അച്ഛൻ വിചാരിക്കില്ലേ? അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് അനുവാദം ചോദിച്ചത്. ഇതെല്ലാം മോളുടെ വെറും തോന്നലാണ്. അച്ഛൻ അങ്ങനെയൊന്നും വിചാരിക്കില്ല. കാരണം മരിച്ചവർക്ക് കണ്ണീ കാണുന്ന കാഴ്ച മാത്രമല്ല എല്ലാ കാഴ്ചകളും കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് മോളുടെ മനസ്സ് അച്ഛന് ശരിക്കും അറിയാം. മോള് വാ, നമുക്ക് കടയിലേക്ക് പോകണം, എന്നിട്ട് മോള് പഴയതുപോലെ തന്നെ ആകണം, ചേച്ചിയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. ശരി, അതെ ഞാൻ അച്ഛൻ്റെ ഫോൺ കുത്തിയിട്ടിരിക്കില്ലായിരുന്നോ, അതിപ്പോൾ ചാർജ് കയറിയിട്ടുണ്ടാവും, ഞാൻ ഒന്ന് പോയി എടുത്തിട്ട് വരട്ടെ. ശരി മോളെ, നീ പോയി എടുത്തിട്ട് വാ എന്ന് പറയാ. അങ്ങനെ നമ്മുടെ ഭൂമി നേരെ അച്ഛൻ്റെ ഫോൺ എടുക്കാനായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ അത് ഓണാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.